ഹായ് അസ്സലാമലൈക്കും. അനു കുക്കിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. 2 കിലോ ചിക്കൻ വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമായി 2 ഉണ്ട വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് ഇവയൊന്ന് ചതച്ചെടുക്കാം. 3 തക്കാളി കട്ട് ചെയ്തെടുക്കാം. 8 വലിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ശേഷം കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി മാറ്റി വെക്കാം. പ്രാവശ്യമായി ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി വറുത്ത എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു കോരാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായ വലിയ ഉള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ചതവ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ വലിയ ജീരകപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിക്കാവശ്യമായി തൈര് ഒഴിച്ചു കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തിയെടുത്ത ബസുമതി അരി കഴുകി വാർത്തെടുത്തിട്ടുണ്ട്. അരി ഇടാനുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അരി ചേർത്ത് ഇളക്കി കൊടുക്കാം. ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പൊരിച്ചെടുത്ത കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്താൽ ബിരിയാണിക്ക് നല്ല രുചി ഉണ്ടാവും. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലയും 1 പിടി മല്ലിയിലയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. വാർത്തെടുക്കാം. 3 ലെയറായി ചോറെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ചോറിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും 4 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചെടുത്ത ഉള്ളി വിതറിക്കൊടുക്കാം. വെച്ച് വെയിറ്റിന് വേണ്ടി ചൂടുള്ള കഞ്ഞിവെള്ളം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ദം ചെയ്തെടുക്കാം. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.